വീണ്ടും ജനപ്രിയമായി നീര. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് നീര ഉൽപാദനത്തിൽ വർധന. കേര കർഷകർക്ക് ആശ്വാസം. 2018 ശേഷം കേരളത്തിൽ വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം, കോവിഡ് തുടങ്ങിയ കാരണം നീര ഉൽപാദനം കുറഞ്ഞിരുന്നു. ഈ അവസരം മുതലാക്കി കർണാടക, തമിഴ്നാട് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങൾ പ്രകൃതിദത്ത നീരപാനീയങ്ങൾ വിപണി പിടിച്ചു. സംരംഭകരിലും നാളികേര കർഷകരിലും ഇപ്പോൾ നീര ഉൽപ്പന്നങ്ങളോടുള്ള താൽപര്യം വർദ്ധിക്കുകയാണ്. നീരയുടെ ഉൽപാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് നാളികേര വികസന ബോർഡിന് പദ്ധതിയുണ്ട്. പാലക്കാട് കേന്ദ്രമായ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് നീര ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് ഈ രംഗത്ത് വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ്. നാളികേര ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കർഷക ഉടമസ്ഥതയുള്ള മറ്റൊരു കമ്പനി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് തേങ്ങ അടിസ്ഥാനമാക്കിയുള്ള എനർജി ഡ്രിങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ പ്രതിദിനം 1000 ലിറ്ററായി ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റുകളിലൊന്നായ എറണാകുളം വൈറ്റില മൊബിലിറ്റി ഹബിലെ PCPCLന്റെ നീര ഷോ 10 വർഷത്തിലേറെയായി വിജയകരമായി പ്രവർത്തനം തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.